രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാത്ത ഏക രാജ്യമായിരുന്നു കുവൈറ്റ്. ഇപ്പോൾ ആ വിടവ് നികത്തി 2 ദിവസമാണ് അദ്ദേഹം കുവൈറ്റ് സന്ദർശിച്ചത്. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഇത്രയും ശക്തമായ ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് പുറത്ത് 1 കോടിയോളം ഇന്ത്യക്കാരുള്ള മേഖല, 6 GCC രാജ്യങ്ങൾ, പുതിയ ജീവിതവും സ്വപ്നങ്ങളും തേടി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വേഗത്തിൽ പറന്നെത്തുന്ന നാടുകളാണ് സൗദിയും UAEയും ഖത്തറും കുവൈറ്റും ഒമാനും ബഹ്റൈനുമെല്ലാം. ഇന്ത്യൻ നിരത്തുകൾക്ക് ജീവനും അടുപ്പുകൾക്ക് തീയും പകരുന്ന പ്രധാന ഇന്ധന വിതരണ രാജ്യങ്ങൾ. റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും അധികം ഇന്ധനം നൽകുന്നത് സൗദിയും UAEയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമാണ്. തൊഴിലിന്റെ കാര്യത്തിലും ഇന്ത്യയും ഗൾഫും തമ്മിലുള്ള ബന്ധം സുദൃഢം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വലിയ കടപ്പാട് ഈ മേഖലയോടുണ്ട്. തിരിച്ചും ഈ സൗഹൃദവും കരുതലുമാണ് 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുവൈറ്റിൽ എത്തിച്ചത്. ആയിരത്തി 1981 ഇന്ദിരാഗാന്ധി കുവൈറ്റ് സന്ദർശിച്ച ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു കാഴ്ച. അമീരി വിമാനത്താവളത്തിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബായും ഉന്നത ഭരണ നേതൃത്വവും ചേർന്ന് നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. ഇന്ത്യൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു വരവേൽപ്പ്. കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി ലേബർ ക്യാമ്പ് സന്ദർശിച്ച് പുതിയ ചരിത്രമെഴുതി. ഗൾഫ് സ്പിക് ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കൊപ്പം ഏറെ നേരം ചെലവിട്ട പ്രധാനമന്ത്രി അവർക്കൊപ്പം ചായ കുടിച്ചും സൗഹൃദം പങ്കുവച്ചും കൂടിക്കാഴ്ചയുടെ ആഴം വർദ്ധിപ്പിച്ചു. सर कैसे सर आप? मैं वैसा ही हूँ जैसा पहले था। सर हम लोग कभी कभी थकते हैं तो मेडिकल लीव ले लेते हैं। सर आप कभी ऐसा मेडिकल लीव लेते हैं? आप मेहनत अपने परिवार के लिए करते हैं कि नहीं करते हैं? जी सर। मैं भी परिवार के लिए काम करता हूँ। मेरे परिवार में 140 करोड़ लोग हैं। പ്രധാനമന്ത്രിക്കൊപ്പം സമയം ചെലവിടാനും ആശയവിനിമയം നടത്താനും കഴിഞ്ഞതിന്റെ സന്തോഷം തൊഴിലാളികളും മറക്കില്ല. मेरा नाम पुरुषोत्तम शर्मा है। मैं बिहार सिवान डिस्ट्रिक्ट से हूँ और इस कंपनी में सर मैं 15 साल से काम कर रहा हूँ वेल्डिंग का। 15 साल यहीं पर हो गए? जी सर। वाह। സന്ദർശനത്തിന്റെ ആദ്യ ദിനം തന്നെയായിരുന്നു ഷെയ്ഖ് സാദ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹാല മോദി എന്ന പേരിലുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ വമ്പൻ സ്വീകരണം. കുവൈറ്റിലെ അധ്യാപകരെയും ആരോഗ്യ പ്രവർത്തകരെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഇന്ത്യ കുവൈറ്റ് ബന്ധം ആഴത്തിലുള്ളതാണെന്നും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ വികസനത്തിന്റെ പുതിയ പാത തുറക്കുമെന്നും മോദി പറഞ്ഞു. कुवैत के नागरिक भी आप सभी भारतीयों की मेहनत, आपकी ईमानदारी, आपकी स्किल की वजह से आपका बहुत मान करते हैं। आज भारत रेमिटेंस के मामले में दुनिया में सबसे आगे है. അൽബയാൻ കൊട്ടാരത്തിൽ 2ാം ദിനമായിരുന്നു പ്രൗഢോജ്വലമായ ഔദ്യോഗിക സ്വീകരണം. തുടർന്ന് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് ജാബിർ അൽ സബ, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ്, കിരീടാവകാശി ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് അൽ സഭ എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇക്കൊല്ലം 2ാം തവണയാണ് കുവൈറ്റ് കിരീടാവകാശിയുമായി മോദി കൂടിക്കാഴ്ച നടത്തുന്നത്.
പ്രതിരോധം, സംസ്കാരം, കായികം, സൗരോർജം, ഫാർമസ്യൂട്ടിക്കൽ എന്നിവയടക്കമുള്ള മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്ന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഊർജ്ജ മേഖലയിലെ സഹകരണം ഇന്ത്യക്ക് കൂടുതൽ കരുത്താകും. ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ സഹകരണം കൂടുതൽ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് കുവൈറ്റിൽ വിപണിയൊരുക്കും. कुवैत ट्रेड और इनोवेशन के जरिए एक डायनेमिक इकोनॉमी बनना चाहता है. भारत भी आज इनोवेशन पर बल दे रहा है, अपनी इकोनॉमी को लगातार मजबूत कर रहा है. ये दोनों लक्ष्य एक दूसरे को सपोर्ट करने वाले हैं. 14 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് കുവൈറ്റിലുള്ളത്. അധ്യാപകരും നഴ്സുമാരും ഡോക്ടർമാരും അടക്കമുള്ള മെഡിക്കൽ രംഗത്തുള്ളവർ, ഗ്രോസറികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ, ഇവർക്കെല്ലാമുള്ള അംഗീകാരം കൂടിയാണ് കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചത്. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി, US പ്രസിഡന്റായിരുന്ന ജോർജ് W. ബുഷ്, സൗദിയിലെ സൽമാൻ രാജാവ് തുടങ്ങിയവർക്കാണ് ഇതിനു മുൻപ് ഈ ബഹുമതി കുവൈറ്റ് സമ്മാനിച്ചത്. ഇന്ത്യക്കാർക്കുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രിയും ആവർത്തിച്ചു. Friends, I would like to also inform you that His Highness the Amir conferred the Order of Mubarak al-Kabir on the Prime Minister of India. This is the highest award of the state of Kuwait. The Honorable Prime Minister thanked the Amir for this gesture and conveyed that he was accepting this award on behalf of 1.4 billion Indians. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത കുവൈറ്റിനെ അഭിനന്ദിക്കാനും നയതന്ത്രജ്ഞനായ മോദി മറന്നില്ല. കുവൈറ്റിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കുവൈറ്റ് ന്യൂസ് ഏജൻസിക്ക് പ്രത്യേക അഭിമുഖവും അദ്ദേഹം നൽകി. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് കുവൈറ്റിൽ കിട്ടുന്ന സ്വീകരണത്തിലും എണ്ണ ഇതര മേഖലയിലെ പരസ്പര സഹകരണത്തിലും പ്രത്യേക നന്ദിയും സന്തോഷവും പങ്കിട്ടു. 1961 വരെ കുവൈറ്റിൽ ഇന്ത്യൻ രൂപ പ്രചാരത്തിലുണ്ടായിരുന്നതും മോദി എടുത്തു പറഞ്ഞു. ചരിത്രപരമായി ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഇത്. രാഷ്ട്രീയ ചർച്ചകൾക്കും കരാറുകൾക്കുമൊപ്പം വാർത്തകളിൽ ഇടം നേടുന്ന മനുഷ്യരുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന കൂടിക്കാഴ്ചകളുമുണ്ടായി. കുവൈറ്റിൽ കഴിയുന്ന 101 വയസ്സുള്ള മുൻ ഇന്ത്യൻ സ്ഥാനപതി മംഗൾ സെയിൽ ഹന്തയ്ക്കൊപ്പം മോദി സമയം പങ്കിട്ടു. രാമായണവും മഹാഭാരതവും അറബി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത കുവൈറ്റി എഴുത്തുകാരുമായുള്ള കൂടിക്കാഴ്ചയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം നേടി. എഴുത്തുകാരായ അബ്ദുള്ള അൽ ബറൂൻ, അബ്ദുൽ ലത്തീഫ് അൽ നിസഫ് എന്നിവരെയാണ് മോദി അഭിനന്ദിച്ചത്. 40 ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള UAEയും 35 ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള സൗദി അറേബ്യയും പ്രധാനമന്ത്രി പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. ഖത്തർ, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലും സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും സന്ദേശവുമായി മോദി എത്തി. പ്രധാനമന്ത്രി പദത്തിലെത്തിയ ശേഷം മോദി സന്ദർശിക്കാത്ത ഏക ഗൾഫ് രാജ്യം കുവൈറ്റ് മാത്രമായിരുന്നു. 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം ആ വിടവ് നികത്തിയെന്ന് മാത്രമല്ല, UN സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വം അടക്കമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുത്താകുകയും ചെയ്തു. भारत माता की, भारत माता की, भारत माता की. नमस्कार.